അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ നൂറിൽ അൻവാരി വസിറിൽ അസ്റാർ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. അൻ അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, പ്രമുഖ സ്വഹാബിയായിരുന്ന അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗവാസിയാണ് എന്ന് വിളിച്ച സ്വഹാബിയാണ് അദ്ദേഹം. 10 പേരെ നോക്കി പ്രവാചകൻ പറഞ്ഞു, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന, അന്ത ഫിൽ ജന്ന. നീ സ്വർഗത്തിലാണ്, നീ സ്വർഗവാസിയാണ്, നീ സ്വർഗാവകാശിയാണ്. അതിൽ ഒരാളായിരുന്നു അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. സുന്ദരനും സുമുഖനും അജാനുബാഹുവും സമ്പന്നനുമൊക്കെയായിരുന്ന മക്കയിലെ മദീനയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, വ്യാപാരി. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ 2 പേരുടെ പുറകിൽ നിന്ന് മാത്രമേ നമസ്കരിച്ചിട്ടുള്ളൂ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, 2 അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം പ്രവാചകൻ മദീനത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് വിദൂരത്തിൽ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല, എപ്പോഴും ഒരു സംഘം ആളുകൾ കൂടെ ഉണ്ടാകും. ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നു. അസാധാരണമായതുകൊണ്ട് ഫത്തബഅതുഹു, ഞാനും പ്രവാചകൻ അറിയാതെ പിന്നാലെ കൂടി. ഹത്താ ദഖല നഖ്ലൻ, നബി തങ്ങൾ അങ്ങനെ പോകവേ ഒരു നല്ല ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ഈന്തപ്പന തോട്ടത്തിനകത്തേക്ക് അവിടെ നിന്ന് കടന്നുപോയി. ഞാനും പിന്നാലെ പോയി. അവിടെ ചെന്ന് ആ തോട്ടത്തിനകത്തൊരു നല്ല സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് സുജൂദിൽ വീണു. അത്താല സുജൂദ, സാഷ്ടാംഗം അങ്ങോട്ട് ദീർഘിച്ചു. ഒരനക്കമില്ലാതെ ചലനമില്ലാതെ പ്രവാചകൻ ഒരേ കിടപ്പ് കിടക്കുന്നു. അനങ്ങുന്നില്ല, ചലിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഹത്താ ഖിഫ്തു, കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയമുണ്ടാകാൻ തുടങ്ങി. അള്ളാഹു റസൂലിന് വല്ലതും സംഭവിച്ചു പോയോ, പ്രവാചകൻ ആ സാഷ്ടാംഗത്തിൽ തന്നെ വഫാത്തായി പോയോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. അദ്ദേഹം പറയാണ്, ഫബക്കയിത്തു, ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ അല്പം ശബ്ദം ഉയർത്തി തന്നെ കരയാൻ ആരംഭിച്ചു. ഫറഫ റഅസഹു ഫദആനി, എൻ്റെ കരച്ചിൽ കേട്ട് പ്രവാചകർ സുജൂദിൽ നിന്നും തല ഉയർത്തി. നോക്കുമ്പോൾ ഞാൻ പിന്നിൽ നിന്ന് കരയുകയാണ്. അവിടെ തന്നെ വിളിച്ചു. ഫഖാല മാലക യാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ത് പറ്റി, എന്തിനാണ് കരഞ്ഞത്, എന്താ പ്രശ്നം, നീ എപ്പോൾ ഇവിടെ വന്നു, എങ്ങനെ വന്നു? ഫദക്കർതു ദാലിക ലഹു, ഞാൻ സംഭവമെല്ലാം പറഞ്ഞു. അല്ലാഹു റസൂലെ അങ്ങ് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന കണ്ടപ്പോൾ എന്താണെന്നറിയാനുള്ള കൗതുകത്തിന് പിന്നാലെ കൂടിയതാണ്. അങ്ങ് ഇവിടെ വന്ന് എത്ര സമയമാണ് സുജൂദിൽ കിടന്നത്? നിശ്ചലനായി ഇത്ര നേരം കിടന്നപ്പോൾ ഞാൻ ശരിക്കും ഭയന്നു പോയി. അങ്ങയ്ക്ക് വല്ലതും സംഭവിച്ചു എന്ന് പേടിച്ചു പോയി. സങ്കടം സഹിക്കാനാവാതെ പേടി കൊണ്ട് ഞാൻ നിലവിളിച്ചു പോയതാണ്. കാല അവിടെ നിന്ന് പറഞ്ഞു, അതോ അതിനൊരു കാരണമുണ്ട്. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം കാലലി, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അല ഉബശ്ശിറുക, നബിയെ താങ്കൾക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ? ഇന്നല്ലാഹ അസ്സവജല്ല യഖൂലു മൻ സ്വല്ല അലൈക സ്വല്ലൈതു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആരെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലൈതു, ഞാൻ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒമൻ സല്ലമ അലൈക, ആരെങ്കിലും താങ്കൾക്കൊരു സലാം പറഞ്ഞാൽ, താങ്കൾക്ക് ശാന്തി ആശംസിച്ചാൽ, സല്ലംതു അലൈഹി,
ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി സലാം പറയുന്നു, ശാന്തി ആശംസിക്കുന്നു. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അബ്ദുറഹ്മാൻ, എൻ്റെയും സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ തമ്പുരാൻ സാധുവായ വിനീതനായ എന്നെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇത്രമാത്രം ഒരു അനുഗ്രഹം ചൊരിഞ്ഞെങ്കിൽ ആരെങ്കിലും എനിക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു, ആരെങ്കിലും എനിക്കൊരു സലാം ചൊല്ലിയാൽ അള്ളാഹു തിരിച്ചവന് സലാം ചൊല്ലുന്നു. ഈ അനുഗ്രഹം എൻ്റെ പേരിൽ അള്ളാഹു തന്നപ്പോൾ ഫസജത്തു ലില്ലാഹി ശുക്ര, ഞാൻ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകം നന്ദിയോടുകൂടി സാഷ്ടാംഗത്തിൽ വീണതാണ്. അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നേരം സാഷ്ടാംഗം നന്ദി ചെയ്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തിയതാണ്. നാം മനസ്സിലാക്കണം, മദീനയുടെ കുളിർകാറ്റായ മക്കയുടെ മാണിക്യമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് മഹത്തായ ഇബാദത്താണ്. ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. നമ്മളാരും സ്വലാത്ത് നിഷേധികളല്ല. സാധാരണ നമസ്കാരത്തിന് ശേഷം 3 സ്വലാത്ത് ചൊല്ലാറുണ്ട് പല പള്ളികളിലും. ഇപ്പോൾ ചില പള്ളികളിലൊക്കെ നിന്ന് വരികയാണ്. നബിയും സ്വഹാബത്തും ചെയ്തില്ല എന്നുള്ള ന്യായം പറഞ്ഞ് അത് നിന്ന് വരികയാണ്. ഇതോ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. നബിയും സ്വഹാബത്തും ചെയ്തത് മാത്രമാണോ ഇക്കൂട്ടർ ചെയ്യുക? നബിയും സ്വഹാബത്തും ചെയ്തതുപോലെയാണോ ഇക്കൂട്ടർ ഹജ്ജിന് പോവുക? നബിയും സ്വഹാബത്തിൻ്റെയും കാലത്ത് വാട്സപ്പോ ഫേസ്ബുക്കോ ഗ്രൂപ്പോ ഒക്കെ ഉണ്ടായിരുന്നോ? അതൊക്കെയാണോ ഇവർ ചെയ്യുക? നമസ്കാരം കഴിഞ്ഞ് മൂലയിലേക്ക് മാറിയിരുന്ന് അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തു വന്ന് ഉടൻ മൊബൈൽ ഓൺ ചെയ്ത് വാട്സപ്പ് നോക്കുക, മെസ്സേജ് നോക്കുക, കോള് നോക്കുക. ഏത് സ്വഹാബിയാണ് ഇങ്ങനെ ചെയ്തത്? ഏത് നബിയാണ് ചെയ്തത്? അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അള്ളാഹു ഇത്രയും ആദരവും ബഹുമാനവും കൊടുത്ത നബിതങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലിയാൽ ഇത്രയും പുണ്യമാണ്. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. നബിയുടെ പേരിൽ സലാം ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് സലാം ചൊല്ലുന്നു. ഈ മഹത്വം കിട്ടേണ്ട കാര്യം അത് നബിയോ സഹാബത്തോ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കുന്നു. എന്തൊരു ജനതയാണിത്! എന്തൊരു ചിന്തയില്ലാത്ത ജനതയാണ്! പിശാച് ഇവരെയിട്ട് അമ്മാനമാടുകയല്ലേ നാം ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഫ്ലൈറ്റിൽ ഹജ്ജിന് പോയിട്ടുണ്ടോ? ഉംറയ്ക്ക് പോയിട്ടുണ്ടോ? ഇവരിന്ന് ഫ്ലൈറ്റിലല്ലേ പോവുക ഹജ്ജിനും ഉംറയ്ക്കും? ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നബിയോ സഹാബത്തോ ചെയ്തതാണോ? ഇവർ മാസികകൾ പ്രസിദ്ധീകരിക്കുന്നു, പത്രം പ്രസിദ്ധീകരിക്കുന്നു, ഓഡിയോ വീഡിയോ CD-കൾ ഇറക്കുന്നു, എന്തെല്ലാം ബാനർ കിട്ടുന്നു, അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നു, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു, അതിൻ്റെ പ്രചാരണത്തിന് നോട്ടീസ് ഇറക്കുന്നു, ലഘുലേഖകൾ എന്തെല്ലാം. ഇതെല്ലാം ബിദ്അത്തുകളല്ലേ? അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഇത് വല്ലതും ചെയ്തതാണോ? ആ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 2 കാലിൽ മന്തുമായിട്ട് നിന്നിട്ട് കാലിൽ അല്പം നീര് വന്നവനെ വിളിക്കുകയാണ് മന്ദാന്ന് വിളിക്കുന്നാൽ ഇവരെ എന്താ പറയുക? അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, വിമർശിക്കാൻ ഞാൻ യോഗ്യനുമല്ല. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, ദുഃഖം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങൾ ചൊല്ലി വരുന്ന 3 സ്വലാത്ത് അത്രയെങ്കിലും ആകട്ടെ അതില്ലാതാക്കുന്നവർ, നബിയോ സഹാബത്തോ ചെയ്തില്ല എന്ന് പറഞ്ഞത് ഇല്ലാതാക്കുന്നവർ, ഈ ചൊല്ലുന്ന ഞങ്ങളാരും അത് നബിയോ സഹാബത്തോ ചെയ്തു എന്ന് പറയുന്നില്ല. അള്ളാഹുൻ റസൂലോ സഹാബത്തോ നമസ്കാരം കഴിഞ്ഞ് 3 സ്വലാത്ത് ഒച്ചത്തിൽ ചൊല്ലിയിട്ടില്ല. നാം അത് ചൊല്ലാനും പറയുന്നില്ല. ചൊല്ലൽ ഇബാദത്താണ് അല്ലെങ്കിൽ ചൊല്ലൽ സുന്നത്താണ് എന്ന് നമ്മൾ പറയുന്നില്ല. മറിച്ച് ചൊല്ലൽ ഇബാദത്ത് തന്നെയാണ്. ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലം കിട്ടും. ആ സ്വലാത്ത് ചൊല്ലില്ല എന്ന് ന്യായം പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ഉടൻ മൊബൈൽ എടുത്ത് ഓണാക്കുകയാണ്. എന്നിട്ട് മൊബൈലിൽ മെസ്സേജ് നോക്കുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു. ഇത് സുന്നത്താണോ? ഇത് അനുവദനീയമാണോ? സ്വലാത്ത് ചൊല്ലാതെ അത് ചെയ്യുന്നത് ന്യായമാണോ? അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നാം ഇത് കേൾക്കുന്നവരെങ്കിലും സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ 100 സ്വലാത്തില്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ചുരുക്കത്തിൽ സ്വലാത്തൊരു ഇബാദത്താണ്. നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട്. നമസ്കാരത്തിന് ശേഷവും സദസ്സ് പിരിയാ സമയത്തും ദുആ കഴിഞ്ഞുമൊക്കെ 3 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്.
പക്ഷേ അതൊക്കെ ഒരു പതിവ് ചടങ്ങ്, ഒരു സാധാരണ രീതി എന്നതിൽ കവിഞ്ഞ് അതൊരു മഹത്തായ ഇബാദത്താണ് എന്ന് അറിഞ്ഞ് ചെയ്യുന്ന എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? അള്ളാഹു പറഞ്ഞു, ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെ, ജിന്നുവർഗത്തെ ഇബാദത്ത് ചെയ്യാനായിട്ടല്ല നാം നിയോഗിച്ചിട്ടില്ല, ആരാധന നടത്താൻ വേണ്ടി മാത്രമേ നിയോഗിച്ചിട്ടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ ആ പ്രപഞ്ചനാഥൻ നമ്മളോട് കൽപ്പിച്ച പ്രതിഫലം എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അതിമഹത്തമായ ഒരു കർമ്മമല്ലേ അസ്വലാത്തു അലൻ നബി. നബിതങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലൽ അതൊരു പുണ്യകർമ്മമല്ലേ, ഇബാദത്തല്ലേ, അള്ളാഹു പ്രതിഫലം തരുന്നതല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും സ്വലാത്തു ചൊല്ലുന്ന അവസരത്തിൽ ഇതൊരു ഇബാദത്താണ് എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുക. ഒരു ചടങ്ങായി, ഒരു കർമ്മമാക്കി മാറ്റാതെ ഇബാദത്തായിട്ട് ചെയ്യുക. ഇന്ന റജുലൻ കാനഫി ബനി ഇസ്രായേല മുസ്രിഫൻ അലാ നഫ്സിഹി. ഹദീസിൽ കാണാം, അള്ളാഹും റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ, ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അക്രമിയായിരുന്നു, ജീവിതത്തിലൊരു നന്മയും ചെയ്തിട്ടില്ല, പാപിയായി ജീവിച്ചു, പാപിയായി മരിച്ചു. ഫലമ്മ മാത്ത റമൗഹു, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അയാളെ അവഗണിച്ചു. കാരണം പാപി, ആർക്കും ഒരു ഉപകാരമില്ലാത്തവൻ, അയാളെ വേണ്ടവണ്ണം സംസ്കരിക്കുകയോ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്തില്ല, അവഗണിച്ച് കളഞ്ഞു. ഫൗഹ അല്ലാഹു തആല ഇലാ നബിയിഹിം, ആ സമുദായത്തിലെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹിയുണ്ടായി, കൽപ്പനയുണ്ടായി, അൻ യഗ്സിൽഹു വസ്വല്ലി അലൈഹി, ആ മനുഷ്യനെ കുളിപ്പിക്കുക, അയാളുടെ മേൽ മയ്യിത്ത് നമസ്കരിക്കുക. ഫൈനി ഖദ് ഗഫർതു ലഹു, കാരണം ഞാൻ അവന് പുറത്തു കൊടുത്തവനാണ്, പുറത്തു കൊടുത്ത ആ മനുഷ്യനെ നിങ്ങൾ കുളിപ്പിക്കുക, അയാളെ കഫൻ ചെയ്യുക, ദഫൻ ചെയ്യുക. ഫഖാല യാ റബ്ബി വ ബിമ, ആ പ്രവാചകൻ അമ്പരന്ന് പോയി. അദ്ദേഹം ചോദിച്ചു, അല്ലാഹു റസൂലെ, എന്തുകൊണ്ട്? ജീവിതത്തിലൊരു ഉപകാരവും ചെയ്യാത്ത, മറ്റുള്ളവർക്ക് എപ്പോഴും ദോഷൈക ദൃക്കായിരുന്ന, മറ്റുള്ളവർക്ക് നാശങ്ങൾ മാത്രം വിധിച്ച, ഒരു നന്മകളുമില്ലാത്ത ഈ മനുഷ്യനെ നീ പുറത്തു കൊടുത്തുവെന്നോ? എന്തുകൊണ്ട്? എന്താണ് റബ്ബേ, ദയവായി ഒന്ന് പറഞ്ഞു തന്നാലും. കാല, അള്ളാഹു പറഞ്ഞു, ഫത്തഹ യൗമന തൗറാത്ത, ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം നൽകിയ തൗറാത്ത്, തോറ എന്ന വേദഗ്രന്ഥം അദ്ദേഹം നിവർത്തി നോക്കി. ഫവജദ ഫിഹ ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറാത്ത് ഓതി വന്നപ്പോൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയേക്കുള്ള പരാമർശം അതിൽ കണ്ടു. നബിയെക്കുറിച്ചുള്ള പരാമർശം കണ്ടപ്പോൾ ഫസല്ല അലൈഹി, കുറേ നേരം അദ്ദേഹം നബിക്ക് വേണ്ടി ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു, സ്വലാത്ത് ചൊല്ലി. അവസാന കാലത്ത് വരാൻ പോകുന്ന പ്രവാചകന് പടച്ചവനെ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തെ കാണാനിടയാക്കണേ, അദ്ദേഹത്തിന് ഉയർന്ന പദവി കൊടുക്കണേ എന്നൊക്കെ ഈ പാപിയായ മനുഷ്യൻ ദുആ ചെയ്തു. അള്ളാഹു പറയുന്നു, ഫഗഫറത്തു ലഹു ദുനൂബഹു, അതിൻ്റെ പേരിൽ ഞാൻ അയാൾക്ക് അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. ദലീലുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. എല്ലാ തിന്മകളുടെയും വിളനിലമായിരുന്നു. ഈ ഒരു നന്മയുടെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുത്തു. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയാണ്, ഇന്നല്ലാഹ യുസല്ലി അലാമൻ സ്വല്ല അലൈഹി. അള്ളാഹു നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകന് സുവിശേഷം അറിയിച്ചല്ലോ, ആരെങ്കിലും താങ്കളുടെ പേരിൽ സ്വലാത്തി ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ സ്വലാത്തി ചൊല്ലും. ഒമൻ സ്വല്ല അലൈഹില്ലാഹു തആല ഫഖദ് റഹിമഹു, അള്ളാഹു ഒരുത്തൻ്റെ പേരിൽ സ്വലാത്തി ചൊല്ലിയാൽ അള്ളാഹുവിനെ അനുഗ്രഹിച്ചു എന്നാണ് അർത്ഥം. ഒമൻ റഹിമഹു ഫലാ യുഅദിബുഹു, അള്ളാഹു അനുഗ്രഹിച്ച് കൊടുത്ത ഒരു മനുഷ്യനെ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല. നബിതങ്ങളുടെ പേരിൽ അയാൾ സ്വലാത്തി ചൊല്ലിയപ്പോൾ അള്ളാഹു അയാളുടെ പേരിലും സ്വലാത്തി ചൊല്ലി. പടച്ചവൻ്റെ വാഗ്ദാനമാണ്, ആര് സ്വലാത്തി ചൊല്ലിയാലും സ്വലാത്തി ചൊല്ലും. അള്ളാഹു സ്വലാത്തി ചൊല്ലി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവന് കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവനെ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുന്നതല്ല. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന്, ആ മക്കയുടെ കുളിർകാറ്റിന്, മദീനയുടെ ആ ഇമ്പത്തേനിൻ്റെ പേരിൽ സ്വലാത്തി ചൊല്ലൽ മഹത്തായ ഒരു ദുആ ആണ്, ഒരു ഇബാദത്താണ്. അള്ളാഹുവേ, നിൻ്റെ കരുണാകടാക്ഷങ്ങളും
നിൻ്റെ അനുഗ്രഹങ്ങളും നബിതങ്ങളിൽ വർഷിക്കണമേ എന്നാണല്ലോ സ്വലാത്തിൻ്റെ അർത്ഥം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവേ, ആ പ്രവാചകൻ്റെ പേരിൽ നീ കരുണാകടാക്ഷങ്ങൾ, നിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവേ നിൻ്റെ സമാധാനം, നിൻ്റെ ശാന്തി വർഷിക്കണമേ എന്നുള്ള ദുആയാണ്. ഞങ്ങളൊരിക്കൽ ഹജ്ജിന് പോയപ്പോൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഒരു ഈജിപ്തുകാരൻ ഡ്രൈവറാണ് ഞങ്ങളുടെ വണ്ടി ഓടിച്ചത്. ചെറുപ്പക്കാരനായ ഡ്രൈവർ. ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ അയാൾ ഇരിക്കുന്നു. അയാൾ വണ്ടിയെടുത്ത് മദീനയിൽ എത്തുന്നവരെ ഏതാണ്ട് 5-6 മണിക്കൂർ സമയം സ്വലാത്ത് മാത്രം, ഒഴിവുള്ള സംസാരിക്കാത്ത ഓരോ സന്ദർഭത്തിലും അയാൾ സ്വലാത്ത് മാത്രം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വലാത്ത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൽ മുസ്തഫ കൻസിൽ ഉലൂമി വബഹരിൽ വഫാ ബിഖദരിൽ മാഇ വമാഫിൽ മാ വമാഫിൽ അറുളി വമാഫിസ് സമാ അല്ലാഹുമ്മ സ്വല്ലി അലൽ മുസ്തഫ കൻസിൽ ഉലൂമി വബഹരിൽ വഫാ. ഈ സ്വലാത്ത് ഇങ്ങനെ ഇമ്പത്തിൽ അയാൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അള്ളാഹുവെ, വിജ്ഞാനത്തിൻ്റെ നിറകുടമായ വാഗ്ദാന പാലനത്തിൽ സമുദ്രത്തെ പോലെ നിറഞ്ഞു നിൽക്കുന്ന മഹാനായ പ്രവാചകന് നീ സ്വലാത്തും സലാമും വർഷിക്കണമേ. ബിഖദരിൽ മാഇ വമാഫിൽ മാ വമാഫിൽ അറുളി വമാഫിസ് സമാ. അള്ളാഹുവെ, ആകാശം നിറയെ, ഭൂമി നിറയെ, കടൽ നിറയെ, കടലിലെ വെള്ളം നിറയെ, ആ സമുദ്രജലത്തിൽ കടലിൽ കിടക്കുന്ന വസ്തുക്കളുടെ മുഴുവൻ എണ്ണം അനുസരിച്ച് നീ സ്വലാത്ത് ചൊല്ലണമേ, സലാമു ചൊല്ലണമേ എന്ന് ആ മനുഷ്യൻ മക്ക മുതൽ മദീന വരെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹം പാടുന്ന കേട്ട് ഞാൻ അന്ന് കാണാൻ പിടിച്ച സ്വലാത്താണിത്. പിന്നീട് ഞാനും ഇത് ധാരാളമായി ചൊല്ലി തുടങ്ങി. അർത്ഥവത്തായത്, ആകാശം നിറയെ, ഭൂമി നിറയെ, സമുദ്രം നിറയെ, സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ അളവിൽ, വെള്ളത്തിലുള്ള വസ്തുക്കളുടെ അളവിൽ നീ സ്വലാത്തും സലാമും ചൊല്ലണമേ. അല്ലാഹുമ്മ സ്വല്ലി അലൽ മുസ്തഫ കൻസിൽ ഉലൂമി വബഹരിൽ വഫാ ബിഖദരിൽ മാഇ വമാഫിൽ മാ വമാഫിൽ അറുളി വമാഫിസ് സമാ അല്ലാഹുമ്മ സ്വല്ലി അലൽ മുസ്തഫ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഓർത്തുകൊള്ളുക, അള്ളാഹുവും റസൂലിന് സ്വലാത്ത് ചൊല്ലുമ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിന് സലാം ചൊല്ലുമ്പോഴെല്ലാം അള്ളാഹു നമുക്ക് സലാം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഏതുണ്ട്? അള്ളാഹു സ്വലാത്തും സലാമും ചെയ്തവരെ അള്ളാഹു ശിക്ഷിക്കുന്നതല്ല. നാമും ഇത് പതിവാക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഉദുഉനി അസ്തജിബ് ലക്കും. ജനങ്ങളെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹു റസൂൽ പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദ. എല്ലാ ആരാധനകളുടെയും മജ്ജ, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ മൂല്യഭാഗം അത് ദുആയാണ് എന്ന് മഹാനായ പ്രവാചകൻ. അങ്ങനെയാണെങ്കിൽ സ്വലാത്തൊരു നല്ല ദുആയാണ്. പടച്ചവനെ, നബിക്ക് സ്വലാത്തും സലാമും ചൊരിയണമേ എന്നാണ് സ്വലാത്തിൻ്റെ അർത്ഥം. ദുആയാണ്. ദുആ എപ്പോഴും നല്ലതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, മൻ സ്വല്ലാ അലയ്യ ഫീ യൗമിൻ മിഅത മറ ഖലല്ലാഹു ലഹു മിഅത ഹാജത്തിൻ സബഈന മിൻഹാ ലി ആഖിറതിഹി വസലാസീന മിൻഹാ ലി ദുനിയാഹു. ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ 100 പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ, 100 സ്വലാത്ത് ആരെങ്കിലും പതിവാക്കി വന്നാൽ അല്ലാഹു തആല അവൻ്റെ 100 ആവശ്യങ്ങളെ പൂർത്തിയായി കൊടുക്കും. ആ 100ൽ 70 പരലോകത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങളായിരിക്കും, 30 ദുനിയാവിന് വേണ്ടിയുള്ള ആവശ്യങ്ങളായിരിക്കും. നാം ദുനിയാവിൽ എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട്, മരണാനന്തര ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാനുണ്ട്, അതിനെല്ലാം സ്വലാത്ത് മാത്രം മതിയാകും. 100 സ്വലാത്ത് ഓതുന്നവൻ്റെ 70 പരലോക ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും, 30 ദുനിയാവിലെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് പറയുമ്പോൾ സ്വലാത്തിൻ്റെ മഹത്വം, സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും ആദരിച്ച വ്യക്തി, അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച മനുഷ്യപുത്രൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവോളം കരസ്ഥമാക്കിയ മനുഷ്യ സമൂഹത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും വർഷിപ്പിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. കിട്ടുന്ന ഒരവസരവും കളയരുത്.
നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെ, പ്രസംഗത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെ, ദുആയ്ക്ക് ശേഷമാണെങ്കിൽ അങ്ങനെ, ഏതവസരത്തിലും അള്ളാഹു റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് കൊണ്ട് നമ്മുടെ നാവുകൾ നനഞ്ഞിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി പരിശുദ്ധ ഉംറ കർമ്മത്തിന് ഈ വിനീതൻ യാത്രയാകുന്നുണ്ട്. എന്നോടൊപ്പം ഉംറയ്ക്ക് വരാൻ താൽപ്പര്യമുള്ളവർ താഴെ ഈ പറയാൻ പോകുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം അള്ളാഹു അനുഗ്രഹിച്ച് വരുന്ന മെയ് മാസത്തിൽ റഷ്യയിലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സിയാറത്തിന് പോകുന്നുണ്ട്. താഷ്കൻഡ്, ബുഖാറ, സമർക്കന്ത് ചരിത്ര പ്രാധാന്യമുള്ള, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഏറ്റവുമധികം സ്വീകാര്യതയുള്ള ബുഖാരി ഷരീഫിൻ്റെ കർത്താവായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരണപ്പെട്ട് ഖബറടക്കിയതിന് ശേഷം ഒരു മാസക്കാലത്തോളം ആ നാട് മുഴുവൻ ഖബറിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശിയിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. മഹാനുഭാവൻ്റെ ഖബർ സിയാറത്തിന് പുറപ്പെടുന്നു. അതിനും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. 9746968177 9387544151. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഞങ്ങൾക്ക് എഴുതുക. നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ ഒരുപാട് പേർ കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഇതേ സമയം കേരള വിഷനിലൂടെ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.